നമസ്കാരം, ഏവർക്കും PSC മന്ത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SCRT 10th സ്റ്റാൻഡേർഡ് ഫോക്കസ് ഏരിയ ബയോളജിയിൽ നിന്നും PSCക്ക് ആവശ്യമായ കണ്ടന്റ് ഉൾപ്പെടുത്തിയ ക്ലാസ് ആണ്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. SCRT ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് പഠിക്കാൻ പോകുന്നത് SCRT 10th സ്റ്റാൻഡേർഡ് ഫോക്കസ് ഏരിയ ഫസ്റ്റ് ചാപ്റ്റർ, അറിയാനും പ്രതികരിക്കാനും. മനുഷ്യന്റെ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളേവ? മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവയാണ് മനുഷ്യന്റെ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ. മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവയാണ് മനുഷ്യന്റെ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ. ന്യൂറോണിന് പ്രധാനമായും കോശ ശരീരം, ആവേഗം ഗ്രഹിക്കുന്ന ഡെൻഡ്രോണുകൾ, ആവേഗം പ്രസരിപ്പിക്കുന്ന ആക്സോൺ, ആവേഗമെത്തുമ്പോൾ രാസപ്രേഷണം സ്രവിക്കുന്ന സിനാപ്റ്റിക് നോബുകൾ എന്നിവയുമുണ്ട്. ന്യൂറോണിന് പ്രധാനമായും കോശ ശരീരം, ആവേഗം ഗ്രഹിക്കുന്ന ഡെൻഡ്രോണുകൾ, ആവേഗം പ്രസരിപ്പിക്കുന്ന ആക്സോൺ, ആവേഗമെത്തുമ്പോൾ രാസപ്രേഷണം സ്രവിപ്പിക്കുന്ന സിനാപ്റ്റിക് നോബുകൾ എന്നിവയുമുണ്ട്. ന്യൂറോണിന്റെ പ്രധാന ഭാഗങ്ങളാണ് പറഞ്ഞത്. കോശ ശരീരം, ഡെൻഡ്രോണുകൾ, ആക്സോൺ, സിനാപ്റ്റിക് നോബുകൾ എന്നിവയുടെ ധർമ്മമാണ് പറഞ്ഞത്. ചില ന്യൂറോണുകളിൽ നീണ്ട ഭാഗത്തെ പൊതിഞ്ഞ് തിളക്കമുള്ളതും വെളുത്ത ഷ്വാൻ കോശങ്ങളാൽ നിർമ്മിതവുമായ മൈലിൻ ഷീത്ത് ഉണ്ട്. ചില ന്യൂറോണുകളിൽ നീണ്ട ഭാഗത്തെ പൊതിഞ്ഞ് തിളക്കമുള്ളതും വെളുത്ത ഷ്വാൻ കോശങ്ങളാൽ നിർമ്മിതവുമായ മൈലിൻ ഷീത്തും കാണപ്പെടുന്നു. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് കോശ ശരീരം, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബുകൾ, മൈലിൻ ഷീത്ത്. ഡെൻഡ്രോണിന്റെ പ്രധാന ധർമ്മമാണ് ആവേഗം ഗ്രഹിക്കുക. ഡെൻഡ്രോണിന്റെ ധർമ്മമാണ് ആവേഗം ഗ്രഹിക്കുക. ഈ ഗ്രഹിക്കുന്ന ആവേഗത്തെ പ്രസരിപ്പിക്കുന്ന ഭാഗമാണ് ആക്സോൺ. ആവേഗത്തെ പ്രസരിപ്പിക്കുന്ന ഭാഗമാണ് ആക്സോൺ. ആവേഗമെത്തുമ്പോൾ രാസപ്രേഷകം സ്രവിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബുകൾ. ആവേഗമെത്തുമ്പോൾ രാസപ്രേഷകം സ്രവിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബുകൾ. നെക്സ്റ്റ് പറയുന്നു, ന്യൂറോണിന്റെ ആക്സോണിന്റെ ആവരണം ഏത്? ന്യൂറോണിന്റെ ആക്സോണിന്റെ ആവരണമാണ് മൈലിൻ ഷീത്ത്. ന്യൂറോണിന്റെ ആക്സോണിന്റെ ആവരണം അറിയപ്പെടുന്നത് മൈലിൻ ഷീത്ത് എന്നാണ്. ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക എന്നുള്ളത് ന്യൂറോണിന്റെ പ്രധാന ധർമ്മമാണ്. ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക, ഇത് ന്യൂറോണിന്റെ പ്രധാന ധർമ്മമാണ്. കൂടാതെ വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. ആവേഗ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്നു. ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. നാഡീഭാഗത്തിന് തിളങ്ങുന്ന വെള്ള നിറം നൽകുന്നു. മൈലിൻ ഷീത്തിന്റെ പ്രധാന ധർമ്മമാണ് ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ആവേഗ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക, ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, നാഡീഭാഗത്തിന് തിളങ്ങുന്ന വെള്ള നിറം നൽകുക. നാഡീകോശത്തിൽ കാണപ്പെടുന്ന ഡെൻഡ്രൈറ്റിന്റെ പ്രധാന ധർമ്മമാണ് ഉദ്ദീപനങ്ങൾ ഗ്രഹിക്കുന്നു. ഡെൻഡ്രൈറ്റുകളിൽ നിന്നും ആവേഗം കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്ന പ്രധാന ഭാഗമാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗം കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്ന പ്രധാന ഭാഗമാണ് ഡെൻഡ്രോൺ. ആവേഗത്തെ ആക്സോണിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കോശ ശരീരമാണ്. ആവേഗത്തെ ആക്സോണിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നത് കോശ ശരീരമാണ്. ആവേഗം കോശ ശരീരത്തിൽ നിന്നും വഹിക്കുന്നത് ആക്സോൺ ആണ്. ആവേഗം കോശ ശരീരത്തിൽ നിന്നും വഹിക്കുന്നത് ആക്സോൺ ആണ്. ആവേഗത്തെ സിനാപ്റ്റിക് നോബുകളിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ് ആണ്. ആവേഗത്തെ സിനാപ്റ്റിക് നോബുകളിൽ എത്തിക്കുന്ന ഭാഗമാണ് ആക്സോണൈറ്റ്. ആവേഗമെത്തുമ്പോൾ സിനാപ്സിലേക്ക് നാഡീയ പ്രേഷകം സ്രവിപ്പിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്. ആവേഗമെത്തുമ്പോൾ സിനാപ്സിലേക്ക് നാഡീയ പ്രേഷകം സ്രവിപ്പിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്. ആക്സോണൈറ്റുകളുടെ അഗ്രഭാഗത്തെ മുഴകൾക്ക് പറയുന്ന പേരാണ് സിനാപ്റ്റിക് നോബുകൾ. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും നാഡീയ പ്രേഷകങ്ങളായ രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കപ്പെടുന്നു. ഇത് തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് പുതിയ ആവേഗമുണ്ടാകുന്നു. സിനാപ്റ്റിക് നോബുകളുടെ പ്രധാന ധർമ്മമാണ് പറയുന്നത്. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും നാഡീയ പ്രേഷകങ്ങളായ രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കപ്പെടുന്നു. ഇത് തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് പുതിയ ആവേഗമുണ്ടാകുന്നു.
നാഡീയ പ്രേഷകത്തിന് ഉദാഹരണമാണ് അസറ്റിൻ കൊളിൻ. നാഡീയ പ്രേഷണത്തിന് ഉദാഹരണമാണ് അസറ്റിൻ കൊളിൻ. രണ്ടു തരം നാഡീകോശങ്ങളാണ് കാണപ്പെടുന്നത്. അവ സംവേദ നാഡീകോശങ്ങളും പ്രേരക നാഡീകോശങ്ങളും. രണ്ടു തരത്തിലുള്ള നാഡീകോശങ്ങളാണ് കാണപ്പെടുന്നത്. അവ സംവേദ നാഡീകോശങ്ങൾ, പ്രേരക നാഡീകോശങ്ങൾ. അവയവങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും വഹിക്കുന്ന ഭാഗമാണ് സംവേദ നാഡീകോശങ്ങൾ. അവയവങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും വഹിക്കുന്ന ഭാഗമാണ് സംവേദ നാഡീകോശങ്ങൾ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ അവയവങ്ങളിലേക്ക് വഹിക്കുന്നതാണ് പ്രേരക നാഡീകോശങ്ങൾ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ അവയവങ്ങളിലേക്ക് വഹിക്കുന്നത് പ്രേരക നാഡീകോശങ്ങളാണ്. രണ്ടു തരം നാഡീകോശങ്ങളാണ് കാണപ്പെടുന്നത്. അവ സംവേദ നാഡീകോശങ്ങളും പ്രേരക നാഡീകോശങ്ങളും. അവയവങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും വഹിക്കുന്നത് സംവേദ നാഡീകോശങ്ങളാണ്. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ അവയവങ്ങളിലേക്ക് വഹിക്കുന്നത് പ്രേരക നാഡീകോശങ്ങളാണ്. എന്താണ് നാഡി? ഒരു കൂട്ടം നാഡീതന്തുക്കൾ ഒരു യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ട് കാണപ്പെടുന്നതാണ് ഒരു നാഡി. ഒരു കൂട്ടം നാഡീതന്തുക്കൾ ഒരു യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ട് കാണുന്നതാണ് ഒരു നാഡി. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും അവിടെ നിന്ന് തിരിച്ചും ആവേഗങ്ങളെ വഹിക്കുന്ന നാഡിയാണ് സമ്മിശ്ര നാഡി. സമ്മിശ്ര നാഡിയുടെ പ്രധാന ധർമ്മം മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ആവേഗങ്ങളെ വഹിക്കുന്നു. കൂടാതെ അവിടെ നിന്നും മസ്തിഷ്കത്തിലേക്ക് നിന്നും സുഷുമ്നയിൽ നിന്നുമുള്ള ആവേഗങ്ങളെ മറ്റു ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നതാണ് സമ്മിശ്ര നാഡിയുടെ പ്രധാന ധർമ്മം. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും അവിടെ നിന്നും തിരിച്ചും ആവേഗങ്ങളെ വഹിക്കുന്ന നാഡിയാണ് സമ്മിശ്ര നാഡി. മനുഷ്യ നാഡീവ്യവസ്ഥയുടെ വിഭാഗങ്ങൾ ഏതെല്ലാം? അവ കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. മനുഷ്യ നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് മസ്തിഷ്കം, സുഷുമ്ന. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ശിരോനാഡികൾ, സുഷുമ്ന നാഡികൾ. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ശിരോനാഡികൾ, സുഷുമ്ന നാഡികൾ. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ശിരോനാഡികളുടെ എണ്ണം എത്ര? 12 ജോഡിയാണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ശിരോനാഡികൾ. സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡി. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ശിരോനാഡികളും സുഷുമ്ന നാഡികളുമാണ് കാണപ്പെടുന്നത്. ശിരോനാഡികളുടെ എണ്ണം 12 ജോഡിയും സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡിയുമാണ്. നമ്മുടെ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോട് എന്ന അസ്ഥി നിർമ്മിത കവചത്തിനുള്ളിലാണ്. തലയോടിനുള്ളിലായി 3 പാളികൾ കാണപ്പെടുന്നു. തലയോടിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന പ്രധാന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. തലയോടിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. കൂടാതെ മെനിഞ്ചസ് എന്ന ആവരണം കൊണ്ട് മസ്തിഷ്കം പൊതിഞ്ഞിരിക്കുന്നു. നമ്മുടെ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോട് എന്ന അസ്ഥി നിർമ്മിത കവചത്തിനുള്ളിലായി 3 പാളികളുള്ളതും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞതുമായ മെനിഞ്ചസ് എന്ന ആവരണം കൊണ്ടാണ്. തലച്ചോറിന്റെയും സുഷുമ്നയുടെയും ആവരണമാണ് മെനിഞ്ചസ്. തലച്ചോറിന്റെയും സുഷുമ്നയുടെയും പ്രധാന ആവരണമാണ് മെനിഞ്ചസ്. നെക്സ്റ്റ് പറയുന്നു, നാഡീകലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജൻ നൽകുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവമാണ് നാഡീകലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്നത്. നാഡീകലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിനുള്ളിലുള്ള രക്തത്തിൽ നിന്നുമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാകുന്നത്. മെനിഞ്ചസിനുള്ളിലുള്ള രക്തത്തിൽ നിന്നുമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ടാകുന്നത്. സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ പ്രധാന ധർമ്മം നാഡീകലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നു. നാഡീകലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നതാണ് സെറിബ്രത്തിനുള്ളിലുള്ള സെറിബ്രോസ്പൈനൽ ദ്രവം. തലച്ചോറിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്ന പ്രധാന ഭാഗമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. തലച്ചോറിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്ന പ്രധാന ഭാഗമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ആഘാതങ്ങളിൽ നിന്ന് നാഡീതന്തുവിനെ സംരക്ഷിക്കുന്ന ഭാഗവും സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. നാഡീകലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്ന പ്രധാന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിനുള്ളിലുള്ള രക്തത്തിൽ നിന്നുമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ടാകുന്നത്. നാഡീകലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നു. തലച്ചോറിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു.
ആഘാതങ്ങളിൽ നിന്ന് നാഡീതന്തുവിനെ സംരക്ഷിക്കുന്നു. ഇവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ. മനുഷ്യ മസ്തിഷ്കത്തിനുള്ളിലെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവയാണ് മനുഷ്യ മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങൾ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം മടക്കുകളും ചുളിവുകളുമുള്ള ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം ഗ്രേ മാറ്റർ എന്നും ആന്തരഭാഗം വൈറ്റ് മാറ്റർ എന്നും അറിയപ്പെടുന്നു. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം ഗ്രേ മാറ്റർ അഥവാ കോർട്ടെക്സ്. സെറിബ്രത്തിന്റെ ആന്തരഭാഗം മെഡുല അഥവാ വൈറ്റ് മാറ്റർ. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ പ്രധാന കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാകുവാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. സെറിബ്രത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം. ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് അഥവാ ഗ്രേ മാറ്റർ എന്നും ആന്തരഭാഗത്തെ മെഡുല അഥവാ വൈറ്റ് മാറ്റർ എന്നും അറിയപ്പെടുന്നു. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ പ്രധാന കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാകുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം. നെക്സ്റ്റ് പറയുന്നു സെറിബെല്ലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനനില തെറ്റാതെ നോക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനനില തെറ്റാതെ നോക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ കീഴ്ഭാഗത്താൽ ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി ഏതെന്ന് ചോദിക്കാം. ദണ്ഡാകൃതി. മസ്തിഷ്കത്തിന്റെ കീഴ്ഭാഗത്തായി ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയാണ് മെഡുല ഒബ്ലാങ്കേറ്റയുടെ പ്രധാന ധർമ്മം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. സെറിബ്രത്തിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. തലാമസിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. തലാമസിന്റെ പ്രധാന ധർമ്മം ആന്തര സമസ്ഥിതി പാലനം. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി പറയുന്നു. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രം. എന്നാൽ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിലെ തുലനനില പാലിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയുടെ ആകൃതി ദണ്ഡാകൃതി. സെറിബ്രത്തിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. സെറിബ്രത്തിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ആന്തര സമസ്ഥിതി പാലനത്തെ സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. നെക്സ്റ്റ് പറയുന്നു, സെറിബ്രത്തിന്റെ ബാഹ്യഭാഗമായ സെറിബ്രൽ കോർട്ടെക്സിൽ ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നു. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ധാരാളം ന്യൂറോണുകളുടെ സിനാപ്സുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് മൂലം അതിന്റെ കാര്യശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്നു. ധാരാളം ന്യൂറോണുകളുടെ സിനാപ്സുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് കൊണ്ട് അതിന്റെ കാര്യശേഷി വർദ്ധിക്കുകയാണ്. ബാഹ്യഭാഗമായ സെറിബ്രൽ കോർട്ടെക്സിൽ ധാരാളം മടക്കുകളും ചുളിവുകളും ഉള്ളതുകൊണ്ട്. മെഡുല ഒബ്ലാങ്കേറ്റ കേൾക്കുന്ന നേരിയ ക്ഷതം പോലും പെട്ടെന്നുള്ള മരണത്തിന് കാരണമായേക്കാം. ഇതിന് കാരണം ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മെഡുല ഒബ്ലാങ്കേറ്റ കേൾക്കുന്ന ക്ഷതം പ്രസ്തുത പ്രവർത്തനങ്ങൾ നിലച്ച് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു.
മനുഷ്യ ശരീരത്തിലെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അതിനാൽ മെഡുല ഒബ്ലാങ്കേറ്റയിൽ ഏൽക്കുന്ന നേരിയ ക്ഷതം പോലും പെട്ടെന്നുള്ള മരണത്തിന് കാരണമായി മാറുന്നു. നെക്സ്റ്റ് പറയുന്നു, എന്താണ് റിഫ്ലക്സ് പ്രവർത്തനം? നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും ഉണ്ടാകുന്ന ശാരീരിക പ്രതികരണമാണ് റിഫ്ലക്സ് പ്രവർത്തനം. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും ഉണ്ടാകുന്ന ശാരീരിക പ്രതികരണമാണ് റിഫ്ലക്സ് പ്രവർത്തനം. റിഫ്ലക്സ് പ്രവർത്തനം 2 തരത്തിലുണ്ട്. അവ സെറിബ്രൽ റിഫ്ലക്സുകളെന്നും സ്പൈനൽ റിഫ്ലക്സുകളും. സെറിബ്രൽ റിഫ്ലക്സുകൾ, സ്പൈനൽ റിഫ്ലക്സുകൾ. കണ്ടു ചിമ്മൽ, ശബ്ദം കേട്ട് ഞെട്ടൽ, പാമ്പിനെ കണ്ട് ഞെട്ടൽ, തുമ്മൽ മുതലായവ സെറിബ്രൽ റിഫ്ലക്സുകൾക്ക് ഉദാഹരണമാണ്. കണ്ണു ചിമ്മൽ, ശബ്ദം കേട്ട് ഞെട്ടൽ, പാമ്പിനെ കണ്ട് ഞെട്ടൽ, തുമ്മൽ മുതലായവ സെറിബ്രൽ റിഫ്ലക്സിന് ഉദാഹരണമാണ്. ചൂടുള്ള വസ്തുവിൽ അറിയാതെ തൊടുമ്പോൾ കൈ പിൻവലിക്കുന്നു, കാലിൽ മുള്ളുകൊള്ളുമ്പോൾ കാൽ പിൻവലിക്കുന്നു. ഇവയെല്ലാം സ്പൈനൽ റിഫ്ലക്സിന് ഉദാഹരണമാണ്. ചൂടുള്ള വസ്തുവിൽ അറിയാതെ തൊടുമ്പോൾ കൈ പിൻവലിക്കുന്നു, കാലിൽ മുള്ളുകൊള്ളുമ്പോൾ കാൽ പിൻവലിക്കുന്നു തുടങ്ങിയവ സ്പൈനൽ റിഫ്ലക്സുകൾക്ക് ഉദാഹരണമാണ്. എന്താണ് റിഫ്ലക്സ് ആർക്ക്? റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗ സഞ്ചാര പാതയാണ് റിഫ്ലക്സ് ആർക്ക്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗ സഞ്ചാര പാതയാണ് റിഫ്ലക്സ് ആർക്ക്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗ സഞ്ചാര പാതയാണ് റിഫ്ലക്സ് ആർക്ക്. ഇതിൽ ഉൾപ്പെടുന്നവയാണ് ഉദ്ദീപനം സ്വീകരിക്കുന്ന ഗ്രാഹികൾ, സംവേദ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ, പ്രതികരിക്കുന്ന പേശികൾ. റിഫ്ലക്സ് ആർക്കിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് പറഞ്ഞത്. ഉദ്ദീപനം സ്വീകരിക്കുന്ന ഗ്രാഹികൾ, സംവേദ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ, പ്രതികരിക്കുന്ന പേശികൾ. മസ്തിഷ്ക കലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞ് ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന അസുഖമാണ് അൾഷിമേഴ്സ്. മസ്തിഷ്ക കലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞ് ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന അസുഖമാണ് അൾഷിമേഴ്സ്. ഓർമ്മക്കുറവ്, ദിനചര്യ പോലും ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് അൾഷിമേഴ്സ്. എന്നാൽ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഡൊപ്പാമിൻ എന്ന നാഡീയ പ്രേഷകം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഡൊപ്പാമിൻ എന്ന നാഡീയ പ്രേഷകം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. പാർക്കിൻസൺസിന്റെ ഫലമായി ശരീര തുലനനില നഷ്ടമാകുന്നു. പേശികളുടെ ക്രമരഹിതമായ ചലനം മൂലം വിറയലുണ്ടാകുന്നു. ഉമിനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം പാർക്കിൻസൺസിന്റെ ലക്ഷണമാണ്. ശരീര തുലനനില നഷ്ടമാകുന്നു, പേശികളുടെ ക്രമരഹിതമായ ചലനം മൂലം വിറയലുണ്ടാകുന്നു, ഉമിനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മസ്തിഷ്കത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ക്രമരഹിതമായ വൈദ്യുത പ്രവാഹമാണ് അപസ്മാരം. മസ്തിഷ്കത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ക്രമരഹിതമായ വൈദ്യുത പ്രവാഹമാണ് അപസ്മാരം. തുടരെയുള്ള പേശി സങ്കോചം മൂലം സന്ധി, വായിൽ നിന്നും നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, അബോധാവസ്ഥയിലാവുക എന്നിവയാണ് അപസ്മാരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. തുടരെയുള്ള പേശി സങ്കോചം മൂലം സന്ധി, വായിൽ നിന്നും നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, അബോധാവസ്ഥയിലാവുക എന്നിവയാണ് അപസ്മാരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. തലച്ചോറിൽ ഉണ്ടാകുന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രധാന ഉദാഹരണമാണ് ഡൊപ്പാമിൻ. ഇതിന്റെ അഭാവം പാർക്കിൻസൺസ് രോഗത്തിന് കാരണമാകുന്നു. തലച്ചോറിൽ ഉണ്ടാകുന്ന നാഡീയ പ്രേഷകത്തിന് പ്രധാന ഉദാഹരണമാണ് ഡൊപ്പാമിൻ. ഡൊപ്പാമിന്റെ അഭാവം മൂലം പാർക്കിൻസൺസ് രോഗമുണ്ടാകുന്നു. സെക്കൻഡ് ചാപ്റ്റർ, അറിവിന്റെ വാതായനങ്ങൾ. കണ്ണുകളുടെ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഏതെല്ലാം? തലയോട്ടിയിലെ കുഴികൾ, ബാഹ്യ കൺപേശികൾ, കൺപോളകൾ, പീലികൾ, പുരികം, കണ്ണുനീർ, നേത്രാവരണം എന്നിവയാണ് കണ്ണുകളുടെ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ. കണ്ണുകളുടെ സംരക്ഷണത്തിനുള്ള സംവിധാനമാണ് തലയോട്ടിയിലെ കുഴികൾ, ബാഹ്യ കൺപേശികൾ, കൺപോളകൾ, പീലികൾ, പുരികം, കണ്ണുനീർ, നേത്രാവരണം. കണ്ണിന്റെ പാളികൾ ഏവ? കണ്ണിന്റെ പ്രധാന പാളികൾ പറയുന്നു. ഫസ്റ്റ് വൺ, ദൃഢപടലം. കണ്ണിന്റെ ബാഹ്യപാളിയാണ് ദൃഢപടലം. നേത്രഗോളത്തിന് ദൃഢത നൽകുകയാണ് ബാഹ്യപാളിയായ ദൃഢപടലത്തിന്റെ പ്രധാന ധർമ്മം. നേത്രഗോളത്തിന് ദൃഢത നൽകുന്നു. നെക്സ്റ്റ് പറയുന്നു രക്തപടലം. കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്ന പാളിയാണ് രക്തപടലം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന പാളിയാണ് രക്തപടലം. കണ്ണിലെ ആന്തര പാളിയാണ് റെറ്റിന. കണ്ണിലെ ആന്തര പാളിയാണ് റെറ്റിന. പ്രതിബിംബം രൂപപ്പെടുന്ന പാളിയാണ് റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന പാളിയാണ് റെറ്റിന. കണ്ണിലെ പ്രധാന ഭാഗങ്ങളാണ് ബാഹ്യപാളിയായ ദൃഢപടലം, മധ്യപാളിയായ രക്തപടലം, ആന്തരപാളിയായ റെറ്റിന.
ദൃഢപടലത്തിന്റെ പ്രധാന ധർമ്മം നേത്രഗോളത്തിന് ദൃഢത നൽകുന്നു. രക്തപടലം കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നു. പ്രതിബിംബം രൂപപ്പെടുന്ന പാളിയാണ് റെറ്റിന. കണ്ണിലെ ലെൻസിനും കോർണിയയ്ക്കുമിടയിലുള്ള ഭാഗമാണ് അക്യുസറ. കണ്ണിലെ ലെൻസിനും കോർണിയയ്ക്കുമിടയിലുള്ള ഭാഗമാണ് അക്യുസറ. അക്യുസറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് അക്യുസ് ദ്രവം. അക്യുസറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം അക്യുസ് ദ്രവം. അക്യുസ് ദ്രവത്തിന്റെ പ്രധാന ധർമ്മം പോഷണവും ഓക്സിജനും കണ്ണിന് പ്രദാനം ചെയ്യുന്നു. ഓക്സിജനും പോഷണവും നൽകുന്ന ഭാഗമാണ് അക്യുസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കുമിടയിലുള്ള ഭാഗമാണ് വിട്രിയസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കുമിടയിലുള്ള ഭാഗമാണ് വിട്രിയസ് അറ. വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. വിട്രിയസ് ദ്രവത്തിന്റെ പ്രധാന ധർമ്മം നേത്രഗോളാകൃതി നിലനിർത്തുന്നു. നേത്രഗോളാകൃതി നിലനിർത്തുന്ന ഭാഗമാണ് വിട്രിയസ് ദ്രവം. ലെൻസിനും കോർണിയയ്ക്കുമിടയിൽ കാണപ്പെടുന്ന അക്യുസറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്യുസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കുമിടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. അക്യുസ് ദ്രവത്തിന്റെ പ്രധാന ധർമ്മം പോഷണവും ഓക്സിജനും നൽകുന്നു. വിട്രിയസ് ദ്രവത്തിന്റെ പ്രധാന ധർമ്മം ഗോളാകൃതി നിലനിർത്തുന്നു. ദൃഢപടലത്തിന്റെ സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. ദൃഢപടലത്തിന്റെ സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്യുന്ന നേർത്ത സംരക്ഷണ സ്തരമാണ് നേത്രാവരണം. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്യുന്ന നേർത്ത സംരക്ഷണ സ്തരമാണ് നേത്രാവരണം. ഇരുണ്ട നിറമുള്ളതും മെലാനിൻ അടങ്ങിയതുമായ രക്തപടലത്തിലെ ഭാഗമാണ് ഐറിസ്. ഇരുണ്ട നിറമുള്ളതും മെലാനിൻ അടങ്ങിയതുമായ രക്തപടലത്തിലെ ഭാഗമാണ് ഐറിസ്. ഐറിസിന്റെ മധ്യത്തിലുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. ഐറിസിന് മധ്യത്തിലുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. പ്യൂപ്പിളിന്റെ സങ്കോച വികാസങ്ങൾ നടത്തുന്ന ഐറിസിലെ പേശികളാണ് വലയ പേശികളും റേഡിയൽ പേശികളും. പ്യൂപ്പിളിന്റെ സങ്കോച വികാസങ്ങൾ നടത്തുന്ന ഐറിസിലെ പേശികളാണ് വലയ പേശികളും റേഡിയൽ പേശികളും. പ്രകാശ തീവ്രത കൂടുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. പ്രകാശ തീവ്രത കൂടുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. ഐറിസിന് തൊട്ടു പിറകിലുള്ളതും ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തുവാൻ സഹായകവുമായ പേശികളാണ് സിലിയറി പേശികൾ. ഐറിസിന് തൊട്ടു പിറകിലുള്ളതും ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്താൻ സഹായകവുമായ പേശികളാണ് സിലിയറി പേശികൾ. നെക്സ്റ്റ് പറയുന്നു, റെറ്റിനയിലെ പ്രധാന പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതെല്ലാം? റെറ്റിനയിലെ പ്രധാന പ്രകാശഗ്രാഹി കോശങ്ങൾ കോൺ കോശവും റോഡ് കോശവുമാണ്. പ്രകാശഗ്രാഹി കോശമായ റോഡ് കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് റൊഡാപ്സിൻ. റോഡ് കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം റൊഡാപ്സിൻ. കോൺ കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ. കോൺ കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ. റോഡ് കോശങ്ങളുടെ പ്രധാന ധർമ്മം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശമാണ് റോഡ് കോശം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശമാണ് റോഡ് കോശം. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശമാണ് കോൺ കോശം. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശമാണ് കോൺ കോശം. റോഡ് കോശത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. റോഡ് കോശത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. കോൺ കോശത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് വർണ്ണാന്ധത. കോൺ കോശങ്ങളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് വർണ്ണാന്ധത. കണ്ണിലെ രണ്ടു തരം പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശം, കോൺ കോശം. റോഡ് കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം റൊഡാപ്സിൻ. കോൺ കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ. നിശാന്തത എന്ന രോഗത്തിന്റെ പ്രധാന കാരണം റോഡ് കോശങ്ങളുടെ കുറവാണ്. എന്നാൽ കോൺ കോശങ്ങളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് വർണ്ണാന്ധത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശം റോഡ് കോശം. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശം കോൺ കോശം. ഇത്രയും കണ്ടന്റാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.